വെൽക്കം ബാക്ക് ടു മൈ പാർട്ട് 3 ഓഫ് ബാംഗ്ലൂർ വ്ലോഗ്. അപ്പം ഇന്ന് കുറച്ച് ലേറ്റ് ആയി റൂമിൽ നിന്ന് ഇറങ്ങാൻ. ഇപ്പം കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഇന്ന് വേണം റിപ്പോർട്ട് ചെയ്യാൻ. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും തീർന്നു. പിന്നെ നേരെ കോളേജ് കയറി. അവർക്ക് കയറാം, നോ പ്രോബ്ലംസ് വോട്ടെവർ. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഈ ട്രാഫിക്കും എല്ലാം കാരണം നമ്മൾ കുറച്ച് ലേറ്റായി പോയി റൂമിൽ നിന്ന് ഇറങ്ങാൻ. അപ്പം ഇനി കോളേജിൽ എത്തിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അതും കൂടി കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ലാസ്റ്റ് പ്രോസസ് ഓഫ് ദി കോളേജ് ആൻഡ് എവറിത്തിങ്. ഓൾ ദ സ്റ്റഫ് ഇസ് ഗോയിങ് ടു ഫിനിഷ്. സോ എന്നിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതാണ്. യാ, അപ്പം അത്രേ ഉള്ളൂ. ഇനി ഞാൻ കോളേജിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. ഇതാണ് അവിടെ കോളേജ്. നമുക്ക് ചുമ്മാ കോളേജൊക്കെ ഒന്ന് കറങ്ങി കാണാം. ഹായ് ഹായ്, പേരെന്താ? യാദവ്. ആ പോവാം. ഗൈസ്, ഇവൻ ഋതുവിന്റെ ഫ്രണ്ടാ. ഇവൻ ഇവിടെ പഠിക്കാൻ. നീ ഇപ്പല്ലേ അഡ്മിഷൻ എടുത്തേ? ഇതൊക്കെ ബിബിയെ. ഇതാണ് ഗൈസ് ഋതുവിന്റെ ക്ലാസ്. ഇവിടെയാണ് ഋതു ഇരിക്കാൻ പോകുന്ന ക്ലാസ്. ഇവിടെ എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക. ഓ, ഇതാണ് മറ്റേ പരിപാടിയൊക്കെ നടത്തുന്നത്. ഓക്കെ ഓക്കെ, ഇവിടെയാണ് ഗൈസ് പരിപാടിയൊക്കെ നടത്തുന്ന കൈൻഡ് ഓഫ് ഓഡിറ്റോറിയം, ബട്ട് ഇറ്റ്സ് ഓപ്പൺ ഓഡിറ്റോറിയം. നിന്റെ ടാഗ് കാണിച്ചേ. നിനക്ക് ടാഗ് കിട്ടിയോ? ഋതുവിന് കിട്ടൂ. ഫസ്റ്റിന് കിട്ടുമോ? ഇത് വേറെ ക്ലാസ് റൂം. ഇത് ബി ബി ഐൻ്റെ തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ, ഇതും ബി ബി എ ക്ലാസ് റൂമാണ്. മുകളിലല്ലേ ബി സി എ. നടുവിൽ ഇങ്ങനെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഒരു ചെടി, ഫുൾ ചെടികളൊരു കളിയാണ് ഇവിടെ. ഈ കോളേജ് തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. പണി ഇപ്പോഴും കുറേയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദിസ് ഈസ് യുവർ കമ്പ്യൂട്ടർ സെൻറ്റർ അല്ലേ? ഇതാണ് കമ്പ്യൂട്ടർ സെൻറ്റർ. ഇവിടെ ഒരു പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. കമ്പ്യൂട്ടർ സെൻറ്റർ. ഓക്കെ. നോ നോ, മൈ സിസ്റ്റർ is studying here. ഓക്കെ, ഇതൊരു ചെറിയ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ക്യാമ്പസ് ഒരു എന്താ പറയുക, ഫുൾ ചെടീൻ്റെ ഒരു മേളമാണ് ഗൈസ്. കണ്ടോ അല്ലേ? ബാച്ച് 3. കൊള്ളാം അല്ലേ? പണിയെടുത്തു കഴിഞ്ഞാൽ സെറ്റപ്പ് ആയിരിക്കും. ഓപ്പൺ ഓഡിറ്റോറിയം. ഇതാണ് ഇവരെ ഗ്രൗണ്ട്. ക്യാൻറ്റീൻ എവിടെ? ക്യാൻറ്റീൻ അതാണ് ക്യാൻറ്റീൻ ഗൈസ്. അവിടെ ഉള്ളതാണ് ക്യാൻറ്റീൻ. ക്രിസ്മസ് ട്രീ. ഇവിടെ ഒരു പ്ലാന്റിന്റെ അല്ലേ, കുറേ ചെടി ഉണ്ടല്ലോ. ഋതുവിന്റെ ഫ്രണ്ട്സ് ആണ് ഗൈസ്. ഹായ് ഹർഷിൽ. എപ്പ എത്തി? പേരെന്താ? എന്താ ചെയ്യുന്നേ?
ഇവിടെ സെക്കൻഡ് ഇയറാ? ഇവിടെ റൂം സെറ്റായോ? എവിടെയാ നിൽക്കുന്നേ? സിറ്റിന്റെ തൊട്ടടുത്ത്. അപ്പൊ ഇങ്ങോട്ടേക്ക് എങ്ങനെ വരും? വണ്ടി ഉണ്ടോ? ക്യാബ്. ഓക്കെ. അപ്പൊ ഗൈസ്, ഞങ്ങൾ കോളേജിലെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞു. ഇപ്പം തിരിച്ചിനി നാട്ടിലേക്ക് പോവാ. അതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. കാരണം ഇനി മൈസൂർ ഹൈവേ കയറിയ പിന്നെ നമുക്ക് അവിടെ ഒന്നും ഹോട്ടലില്ല. സോ ഫുഡ് കഴിച്ചിട്ട് നേരെ നാട്ടിലേക്ക് പോകും. അതിൻ്റെ ഇടയിൽ മൈസൂർ നിർത്തണം. ഇതിൻ്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും എടുക്കാനുണ്ട്. അതെടുത്തിട്ട് നേരെ നാട്ടിലേക്ക്. അപ്പോൾ അതാണ് ഇനി പരിപാടി. ഫുഡ് കഴിക്കുമ്പം ഞാൻ കാണിക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ എത്തി. തലശ്ശേരി ഹോട്ടലിൽ തന്നെ. ഗൈസ് നോക്കിൻ്റെ കമ്മൽ നല്ല ശബ്ദമൊക്കെ ഉണ്ട്. നല്ല ഭംഗിയില്ലേ? എനിക്കിഷ്ടം ഇങ്ങനത്തെ കമ്മൽ. കിരിക്കുന്നത് ഡ്രസ്സ് ഉണ്ടോ? ഇപ്പം ഫുഡ് കഴിച്ച് ഇങ്ങനെ ഇരിക്കാം. ഞാൻ ഒരു ചിക്കൻ ബിരിയാണി പറഞ്ഞു, ഋതുവും ചിക്കൻ പറഞ്ഞു, ചിക്കൻ ബിരിയാണി. ബാക്കി എല്ലാവരും പൊതിച്ചോറോ മീൽസ് എന്തൊക്കെയോ പറഞ്ഞത്. അപ്പോൾ ഗൈസ്, ഞങ്ങളിതാ തിരിച്ച് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പോകുന്ന വഴിക്കൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ ഋതു ഞങ്ങളെ കൂടെ തന്നെ ഉണ്ട്. അവൾക്ക് 1 വീക്ക് കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങുക. അപ്പോൾ പിന്നെ അവളും കൂടെ പോന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.